നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആനുകാലത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ ഏറെ വിവാദമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ്, അത് ഏറ്റവും അവസാനം ഒരു ട്വിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു, ഒരു സൂപ്പർ ക്ലൈമാക്സിലേക്ക് എത്തി എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. അതിൻ്റെ ഒരു അവസാനമെന്ന രീതിയിൽ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന, അങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഡി മണി, ഡയമണ്ട് മണി, ദാവൂദ് മണി, ദുബായ് മണി, പല പേരുകളാണ്. അപ്പോൾ ബാലമുരുകൻ എന്ന ഈ ഡി മണിയെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ ഇന്ന് ചെന്നൈയിലെത്തി, ദിണ്ടുഗലിലെത്തി ഡി മണിയെ പൊക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതിനുശേഷം സംഭവിച്ചത് വലിയൊരു ട്വിസ്റ്റായിരുന്നു. അതായത് ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച മണി എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രിയദർശൻ സിനിമകൾ ഇപ്പോൾ മലയാളികൾ എപ്പോഴും, പ്രത്യേകിച്ച് ശ്രീനിവാസൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയദർശൻ സിനിമകളെ കുറിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു. അതെ അതെ. പ്രിയദർശൻ്റെ വെട്ടം എന്നൊക്കെ പറഞ്ഞ സിനിമകൾ നമുക്കറിയാം. ഒടുവിലെ ക്ലൈമാക്സ്, സൂപ്പർ ക്ലൈമാക്സ്, അതിന് സമാനമായ ഒരു തലത്തിലാണ് ഇപ്പോൾ ഈ ഡി മണിയെ തേടിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യാത്രയെന്ന് നമുക്ക് പറയാം. കാരണം അതിവിചിത്രമാണ് ഒരു സംസ്ഥാന പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ. വലിയൊരു കൊടും കുറ്റവാളിയെ തേടിയുള്ള പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ യാത്രയിൽ കേരളത്തിലെ ചാനലുകളൊക്കെ ആ പോലീസ് സംഘത്തെ അനുഗമിക്കുന്നു. ദിണ്ടുഗലിലെത്തിയ പ്രതിയെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ വളരെ എക്സ്ക്ലൂസീവായി കേരളത്തിലെ ചില ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു, അതും ലൈവായി. നമ്മെ ഏറെ അതിശയിപ്പിക്കുന്നത് ഈ ഡി മണി എന്ന വ്യക്തിയെ ഇന്ന് രാവിലെ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നു. ഡി മണിയുടെ ആദ്യ ദൃശ്യങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു എന്ന പേരിൽ കേരളത്തിലെ ചില ചാനലുകൾ വളരെ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഡി മണിയുടെ ഫോട്ടോ ആദ്യമായി ഞങ്ങൾ പുറത്തു വിടുന്നു എന്ന് റിപ്പോർട്ടർ TV പറയുന്നു. തൊട്ടു പിന്നാലെ മറ്റു ചില ചാനലുകൾ ഫോട്ടോ മാന്തിയെടുക്കുന്നു. ദിണ്ടുഗലിൽ നിന്ന് ഞങ്ങളുടെ പ്രത്യേക സംഘം റിപ്പോർട്ട് ചെയ്യുന്ന ലൈവ് ബുള്ളറ്റിൻ എന്ന പേരിലാണ് റിപ്പോർട്ടർ TVയുടെ പ്രകടനം. മറ്റ് മാധ്യമ പ്രവർത്തകർ, ചാനലുകളുടെ പ്രത്യേക സംഘങ്ങൾ പെട്ടെന്ന് തന്നെ ദിണ്ടുഗലിലെത്തുന്നു. അങ്ങനെ ഉച്ച കഴിയുന്നത് വരെ രംഗം കൊഴുക്കുന്ന കാഴ്ചകളാണ്. ഇന്ന് രാവിലെ ദിണ്ടുഗലിലെത്തിയ പോലീസ് സംഘം മണിയെ പൊക്കി കേരളത്തിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരുന്നു എന്ന തലത്തിലെത്തിയിരുന്നു ഈ അതുവരെയുള്ള സംഭവ വികാസങ്ങൾ. എന്നാൽ വൈകുന്നേരത്തോടെ കാര്യങ്ങളെല്ലാം ആട്ടപ്പടലം മാറി. സൂപ്പർ ട്വിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ ക്ലൈമാക്സ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പോലീസ് ചോദ്യം ചെയ്ത് പുറത്തേക്കിറങ്ങിയ ഈ ഡി മണി എന്ന വ്യക്തി മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ ഡി മണിയല്ല, ഞാൻ MS മണിയാണ്. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്നാണ്, ബാലമുരുകനല്ല. നമ്മൾ നേരത്തെ കേട്ടത് ഡി മണി എന്ന ബാലമുരുകൻ, എന്നാൽ ബാലസുബ്രഹ്മണ്യം എന്ന MS മണി, ഇത് തമ്മിൽ വലിയ പൊരുത്തക്കേട്. തുടർന്ന് അന്വേഷണ സംഘം നിശബ്ദരായി പോകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കേസിൻ്റെ വല്ലാത്ത തലങ്ങളാണ് നമ്മൾ കണ്ടത്. സ്വർണ്ണക്കൊള്ള നമ്മൾ കരുതിയതിലും അപ്പുറത്തേക്ക് വളർന്നു പോകുന്ന കാഴ്ച. രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നമ്മൾ കരുതിയതൊരു ഇലക്ഷൻ ഗുണ്ടാണെന്നാണ്. 2 ദിവസം മുൻപ് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് താൻ അറിഞ്ഞ ചില കാര്യങ്ങൾ കേരളത്തോട് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ ചുരുക്കം ചില കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും വിശദാംശങ്ങളൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. താൻ ഈ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിൽ കണ്ട് താൻ ഇക്കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ പോലും ആദ്യ ദിവസം ഭയപ്പെട്ടു പ്രത്യേക അന്വേഷണ സംഘം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി തനിക്കറിയാവുന്ന ചില വിവരങ്ങൾ കൈമാറി. അപ്പോഴും നമ്മൾ ഏതോ ഒരു മിഥുനം സിനിമയിൽ തേങ്ങയുടയ്ക്ക് സ്വാമി എന്ന് പറയുന്നത് പോലെ തേങ്ങയുടയ്ക്ക് എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അത്ര പരിഹസിക്കാനുള്ള വിഷയമല്ല അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ഈ വിദേശ പ്രവാസി മലയാളിയെ അന്വേഷണ സംഘം വിശദാംശങ്ങൾ മനസ്സിലാക്കാനായി ബന്ധപ്പെട്ടപ്പോഴാണ്. 3 മണിക്കൂർ നീണ്ടു നിന്നു അന്വേഷണ സംഘവും ഈ വിദേശ വ്യവസായിയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ. അപ്പോൾ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ വിദേശ പ്രവാസി മലയാളി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് നമ്മൾ പിന്നീട് കേട്ടു. വളരെ നടുക്കുന്ന വിവരങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാലഘട്ടത്തിൽ 2019-20 കാലഘട്ടത്തിൽ അന്ന് ശബരിമലയിൽ നിന്ന് വളരെ അമൂല്യങ്ങളായ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി. ഇതായിരുന്നു ആ പ്രവാസി മലയാളി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ദുബായ് കേന്ദ്രീകരിച്ച് പുരാവസ്തു കച്ചവടം നടത്തുന്ന ഡി മണി എന്ന ദാവൂദ് മണിയാണ്.
ഡി മണി സാധാരണ ദുബായിലേക്ക് ഇത്തരം പുരാവസ്തു അല്ലെങ്കിൽ ക്ഷേത്ര വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് മറ്റ് രാജ്യങ്ങളിലെ കച്ചവട സംഘാംഗങ്ങൾക്ക് കണ്ണികൾക്ക് കൈമാറുകയാണ് പതിവ്. അപ്പോൾ ഡി മണിയിലേക്ക് വെളിച്ചം വീശുന്ന ചില പോയിന്റുകളും അദ്ദേഹം പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ വിവരം, തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് ഇയാൾ. ജയലളിതയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ജയലളിതയോട് അടുപ്പമുള്ള ചിലരാണ് ഇയാളെ തനിക്ക് പരിചയപ്പെടുത്തിയത്. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിൽക്കാനുണ്ട് എന്ന് തന്നോട് ഇയാൾ പറഞ്ഞിരുന്നു. വളരെ ഗൗരവ തരത്തിലുള്ള ആരോപണങ്ങൾ. തൊട്ടു പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ഡി മണിയെ തേടിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഒരു കൊടൂര യാത്രയാണ്. ചെന്നൈയിലേക്ക് എത്തുന്നു. ചെന്നൈയിലെത്തി ഡി മണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നു. ഡി മണി എന്നൊരാളുണ്ട്. അതായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലെ മാധ്യമങ്ങളുടെ ഒരു മുഖ്യ വാർത്ത. ഈ വിദേശ പ്രവാസി മലയാളി പറഞ്ഞ വസ്തുതകൾ ശരിയാണ് എന്ന് പ്രാഥമികമായി ഇവർ സ്ഥിരീകരിക്കുന്നു. തുടർന്ന് ഡി മണിയിലേക്കുള്ള യാത്രയാണ്. ഡി മണി എന്ന വ്യക്തി ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അയാളുടെ അടുത്ത തലം ദുബായിയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അയാൾക്ക് നെറ്റ്വർക്കുണ്ട്. അതിൽ നിന്ന് ചെറിയ വ്യത്യാസം നമ്മൾ കേട്ടത്, ചെന്നൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇയാളുടെ ആസ്ഥാനം ദിണ്ടുഗലിലാണ്. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഡി മണിയുടെ ആസ്ഥാനമടക്കം കൂടും കുറയ്ക്കുകയും ഒക്കെ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന വാർത്ത ഇപ്പോൾ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ആശ്വാസം പകരുന്ന വാർത്തയാണ്. കാരണം ശബരിമലയിൽ നടന്ന മഹാകൊള്ളയുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കൊള്ളക്കാരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് കണ്ണു നട്ടത്. കാരണം ഇതുവരെ ഫോളോ ചെയ്തു വന്ന ഈ വാർത്തയുടെ ഒരു സൂപ്പർ ക്ലൈമാക്സിലേക്ക്, ഡി മണിയെ തൂക്കിയെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ ആ കണ്ണികളൊക്കെ പെട്ടെന്ന് അനാവൃതമാകും. ആ കണ്ണികളിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയുടേതടക്കം വിലപ്പെട്ട തെളിവുകൾ ലഭിക്കും. ഇതിനിടയിൽ സ്വർണ്ണപ്പാളികൾ ദുബായിലേക്ക് കടത്തിയെന്നും അവിടെ നിന്ന് ചില ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നും വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പൊതുവെ നമ്മൾ കരുതിയത്. അങ്ങനെ നേരം വെളുത്തു. ഇന്ന് രാവിലെ ഡി മണിയുടെ ആസ്ഥാനം വളയുന്ന SIT വളരെ ആവേശോജ്വലമായ നീക്കമാണ്. ഡി മണിയുടെ ഓഫീസ്, ഡി മണിയുടെ വീട് വളഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തിൽ അന്വേഷണ സംഘം, ശശിധരൻ DYSP എന്ന ശശിധരൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം മുന്നേറുന്നു. അതിന് തമിഴ്നാട് പോലീസിൻ്റെ പൂർണ്ണ സഹകരണം. മറുവശത്ത് ഇന്നലെ ഡി മണിയുടെ ഏറ്റവും അടുത്ത സഹായി ശ്രീകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തിരുന്ന അന്വേഷണ സംഘം. അപ്പോൾ ശ്രീകൃഷ്ണനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു. ഈ ശ്രീകൃഷ്ണനാണ് നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന ആ നിഗൂഢ ഇടപാടിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. കാര്യം ഈ വിദേശ പ്രവാസി മലയാളി തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതേ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ശ്രീകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ മണിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അങ്ങനെ ഈ ഡി മണിയുടെ അരികിലെത്തുന്ന SIT സംഘം ചോദ്യം ചെയ്യലിന് ശേഷം പക്ഷേ അടപടലം എല്ലാം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. താൻ ഡി മണിയല്ല, MS മണിയാണ്. തൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്നാണ്, ബാലമുരുകനല്ല. ഇതോടെ വലിയ ആശയക്കുഴപ്പത്തിൽപ്പെട്ടത് അന്വേഷണ സംഘം മാത്രമല്ല, നമ്മൾ മലയാളികൾ കൂടിയാണ്. വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട ഒരു കേസന്വേഷണം ഏറെ സ്വകാര്യമായി അന്വേഷണ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ടീമംഗങ്ങൾ. അവരെന്തിനാണ് ചാനലുകളെ കൂട്ടുപിടിച്ച് ഇത്ര വലിയൊരു ആഘോഷമാക്കിയത്? ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഈ ഘട്ടം, ഒരു കൊടും കുറ്റവാളി എന്ന തലത്തിൽ കേരളം ചിന്തിച്ച ഡി മണിയെ തേടിയുള്ള SITയുടെ അന്വേഷണത്തിൽ അവരെ ചാനലുകൾ അനുഗമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ കേസന്വേഷണം എത്ര അലക്ഷ്യമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മെ ഭയപ്പെടുത്തും. എന്ന് മാത്രമല്ല, ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘത്തെ കണ്ടുപിടിക്കാനുള്ള യാത്രയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ. അതുപോലും ഇത്തരം സിനിമാ കഥകൾ പോലെ അതിനെ ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുന്ന ഘട്ടം. ഇത് അങ്ങേയറ്റം ഈ അന്വേഷണ സംഘത്തെ സംശയിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നു. നമുക്കിവിടെ വ്യക്തമായ ചില സംശയങ്ങളുണ്ട്. എന്താണ് കേരളത്തിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംഭവിച്ചിരിക്കുന്നത്? കേസിൻ്റെ തുടക്കത്തിൽ മുരാരി ബാബുവിൽ നിന്ന് D സുധീഷ് കുമാറിലേക്ക്, പിന്നീട് വാസുവിലേക്ക്, പിന്നീട് പത്മകുമാറിലേക്ക് ശരവേഗത്തിലാണ് അവർ അന്വേഷണ ഗതി കൊണ്ടുപോയത്. ഒടുവിൽ പത്മകുമാർ വീണപ്പോൾ കേരളം നടുങ്ങിപ്പോയി. കാരണം പത്മകുമാറിനെ പോലെ ഒരു പ്രമുഖ നേതാവിനെ വളഞ്ഞിട്ട് വീഴ്ത്തി SIT അയാളിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ അയാൾ പറയുന്നു തൻ്റെ ഇടപാടുകൾ
ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾക്കും ധാരണയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് മാത്രമല്ല, തന്ത്രിക്കും മന്ത്രിക്കും ഈ ഇടപാടുകളെക്കുറിച്ച് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളിലേക്കും അന്നത്തെ തന്ത്രിയിലേക്കും അന്നത്തെ മന്ത്രിയിലേക്കും അന്വേഷണം കടക്കുന്നു എന്നൊരു പൊതുപ്രതീതിയും ഉണർന്നു. പക്ഷെ പിന്നീട് എല്ലാം അട്ടപടലം അട്ടിമറിക്കപ്പെടുന്നു. പത്മകുമാറിൽ നിന്ന് 1 ഇഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. മറുവശത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല, അവരെ കസ്റ്റഡിയിലെടുക്കുന്നില്ല, അറസ്റ്റിലേക്ക് പോകുന്നില്ല. ഒടുവിൽ ഗതികെട്ട് കേരളത്തിൻ്റെ ഹൈക്കോടതി ഈ വിഷയം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി ചോദിച്ചു. എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വന്നിരിക്കുന്ന സമ്മർദ്ദം? ദേവസ്വം ബോർഡ് ഒത്തൊരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിൽ പത്മകുമാറിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. എന്നിട്ടും എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുന്നില്ല? എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും തൊട്ടടുത്ത ദിവസം ഇവർ അപ്രത്യക്ഷരായി. ഇവരിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് SITയിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ. പക്ഷെ നമ്മൾ കേൾക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ശങ്കർദാസിനെയും വിജയകുമാറിൻ്റെയും കാര്യങ്ങൾ. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നവർ, ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടിമുടി ദുരൂഹതയാണ്. കാരണം ശങ്കർദാസിനെയും വിജയകുമാറിനെയും പിടികൂടാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമില്ല ഒരു വശത്ത്. മറുവശത്ത് അവരെ പിടികൂടുന്നതിൽ ശക്തമായ സമ്മർദ്ദം അന്വേഷണ സംഘത്തിനുണ്ട്. ഇക്കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് VD സതീശൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. VD സതീശൻ പറഞ്ഞു 2 ഉന്നത IPS ഉദ്യോഗസ്ഥർ SITക്ക് മേൽ അതിഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന്. അപ്പോൾ അത് വ്യക്തമാക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ നമ്മൾ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടൊരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കക്ഷി ചേരാൻ മറ്റൊരാൾ കൂടി വന്നു. അദ്ദേഹം പറയുന്നത് 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ അട്ടിമറികൾ നടന്നുവെന്നാണ്. ശബരിമലയെ SIT സംഘത്തിന് മേൽ അത്ര ശക്തമായ സമ്മർദ്ദമുണ്ടെങ്കിൽ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടാം എന്ന ആശങ്ക പൊതുവെ കേരളത്തിലെ ചില മാധ്യമങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദുരൂഹമായ അന്വേഷണ രീതി. അപ്പോൾ പത്മകുമാറിൽ എത്തി നിൽക്കുന്ന അന്വേഷണം ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും പോകുന്നില്ല, അന്നത്തെ മന്ത്രിയിലേക്കോ തന്ത്രിയിലേക്കോ കടക്കുന്നില്ല. അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടുന്ന SIT, മറുവശത്ത് സർക്കാർ. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും തിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ SIT സംഘം മാധ്യമങ്ങളെ ചുമന്നുകൊണ്ട് നേരെ ദിണ്ടിഗലിലേക്ക് യാത്ര പോയത്. അപ്പോൾ D മണിയെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചോളും. ഇതുവരെ തുടങ്ങി വെച്ച പത്മകുമാർ വരെയുള്ള ആ കൊള്ള സങ്കേതത്തിൻ്റെ കഥകൾ ജനങ്ങൾ തൽക്കാലം മറക്കും. ഈ പഞ്ചലോക വിഗ്രഹത്തിന് പിന്നാലെ കുറച്ച് ദിവസം പോകുന്നുള്ളൂ. അപ്പോൾ D മണിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ ആഘോഷമാക്കി പോകാമെന്നായിരിക്കാം അന്വേഷണ സംഘം കരുതിയത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ ഒരുപാട് വലിയ വെല്ലുവിളി ഉണ്ടല്ലോ. ഈ പറയുന്ന പത്മകുമാറിന് അപ്പുറത്തേക്ക് ഒരു അടി പോലും അവർക്ക് കാലെടുത്ത് വയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് നെക്സസ് വലിയ മാഫിയ സംഘമുണ്ടെന്ന് പറയുന്നു. അവരിലേക്കൊരു കേരളത്തിലെ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നയിക്കുന്ന അന്വേഷണ സംഘത്തിന് കടന്ന് ചെല്ലാൻ എളുപ്പമാണോ? ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലും അന്വേഷണം നടത്തേണ്ടതുണ്ട്, രാജ്യത്തിന് പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ SITയുടെ വെല്ലുവിളികൾ അനവധിയാണ്. അതുപോലെ ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയപരമായിട്ടുമുള്ള അവർക്ക് മേലുണ്ടാകുന്ന പ്രഷർ. അപ്പോൾ CBI എത്തുകയല്ലാതെ ഈ കേസിന് മറ്റെന്തെങ്കിലും പോം വഴിയുണ്ടോ? CBI മാത്രമേ ഇതിൻ്റെ ഒരു പോം വഴിയായി നമുക്ക് മുന്നിലുള്ളൂ. കാരണം കേരള പോലീസ് ദിണ്ടിഗലിലെത്തിയ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലും അവർ കഷ്ടപ്പെടുന്ന കാഴ്ച. എന്ന് മാത്രമല്ല, ദിണ്ടിഗലിലെത്തി D മണിയാണോ MS മണിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ദിണ്ടിഗലിൽ നിന്ന് വളരെ ആക്ഷേപങ്ങൾ കേട്ടാണ് ഇപ്പോൾ അവർ മടങ്ങുന്നത്. ഇന്ന് രാവിലെ ഈ ചാനലുകളെ എന്തിനാണ് ഈ ലൈവ് ടെലികാസ്റ്റിന് അവർ അനുവദിച്ചത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്ന D മണിയുടെ മുറിയിലേക്ക് ഈ ചാനലുകളെ വിളിച്ച് കയറ്റിയത് എന്ന് തുടങ്ങി ഒരുപടി സംശയങ്ങൾ. മറുവശത്ത് ഇനി അവർ ആ ദിണ്ടിഗലിൽ നല്ല ബിരിയാണി കിട്ടും, ദിണ്ടിഗൽ ബിരിയാണിയൊക്കെ കഴിച്ച് ചാനൽ പ്രതിനിധികളും ഈ പോലീസ് സംഘവും ഒക്കെ മടങ്ങാൻ മാത്രമേ ഇനി അവർക്ക് മുന്നിലൊരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ D മണിക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന്. ഇവിടെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒന്ന്, D മണി എന്ന MS മണി നമുക്കറിയില്ല ഏത് മണിയാണെന്ന്. അയാൾ ഇന്ന് പോലീസ് സംഘത്തിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നത് തൻ്റെ മേൽവിലാസം ഉപയോഗിച്ച് ഒരു ബാലമുരുകൻ ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നടുക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ഇതേ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ഒരാൾ
ഒരു ഫോൺ നമ്പറുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ആ ഫോൺ നമ്പർ ബാലമുരുകൻ എന്ന വ്യക്തി ഉപയോഗിച്ചിരുന്നതാണ്. ആ ബാലമുരുകനെ തേടിയുള്ള യാത്രയാണ് ഡി മണി ബാലസുബ്രഹ്മണ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രതി ബാലമുരുകൻ മറ്റൊരാളുണ്ടോ? ഇനി ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന MS മണി അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്, ഈ സുബ്രഹ്മണ്യനും മുരുകനും എല്ലാം ഒരാളാണ്. അതെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഏറ്റവും ഒടുവിൽ അങ്ങനെയും ഒരു കഥ വരാം. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ അവ്യക്തത നിലനിൽക്കുന്നു ഒരു വശത്ത്. മറ്റൊന്ന്, നമ്മെ നടുക്കിക്കളയുന്ന ഒരു അന്വേഷണ ഗതി അല്ലെങ്കിൽ അന്വേഷണ രീതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു. ഈ വിദേശത്തുള്ള പ്രവാസി മലയാളി നൽകിയ വിവരങ്ങളനുസരിച്ച് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ, അത് കടത്തിയ ഡേറ്റ് അടക്കം അയാൾ പറഞ്ഞിരുന്നു, ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചാണ് ഇടപാട് നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും പിന്നെ ഡി മണിയുടെ ഒരു സഹായിയും ശബരിമലയിലെ ഉന്നതനും പങ്കെടുത്തുവെന്ന്. ഇത്ര വ്യക്തതയോടെ അന്വേഷണ സംഘത്തിന് ഒരു മൊഴി കൊടുക്കുമ്പോൾ അന്വേഷണ സംഘം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അത് സംബന്ധിച്ച ഏതെങ്കിലും അന്വേഷണത്തെക്കുറിച്ച് നമുക്കറിയില്ല. അക്കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോട് ചോദിക്കാം, ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണറോട് ചോദിക്കാം, അവിടെയുള്ള മഹസറുകൾ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ പരിശോധിക്കാം. ഇത്തരം അന്വേഷണം നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരം ഒരു കഥ കേട്ട ഉടനെ നേരെ ജയിലിലേക്ക് പോയി നമ്മുടെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെന്നൈയിലേക്ക് തിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സുധീഷ് കുമാറും മുരാരി ബാബുവും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. പക്ഷേ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളൊന്നും SIT നടത്തിയിട്ടില്ല. SITക്ക് പ്രാഥമികമായി ശബരിമലയിൽ നിന്ന് എന്തൊക്കെ മോഷണം പോയി, എന്തൊക്കെ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയെങ്കിലും നടത്താമായിരുന്നു. 2, ചെന്നൈയിലേക്ക് എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദിണ്ടിഗലിൽ എത്തുന്നതിന് മുൻപ് സംസ്ഥാനത്തൊരു രഹസ്യാന്വേഷണ സംവിധാനമുണ്ട്. ഈ രഹസ്യാന്വേഷണ സംവിധാനം സാധാരണ ഇത്തരം കൊടും ക്രൂരരായ പ്രതികളെ തേടി പോലീസ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെത്തി വേണ്ടത്ര നിരീക്ഷണം നടത്തും. ഇവർ തന്നെയാണോ യഥാർത്ഥ പ്രതികൾ എന്ന് അവരുടെ കൂട്ടാളികളുമായും അവരുടെ വീട്ടുകാരുമൊക്കെയായും ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തും. എന്ന് മാത്രമല്ല, തമിഴ്നാട് പോലീസ് സംഘമുണ്ട്. കേരളത്തിലെ പിണറായി വിജയൻ്റെ ഇരട്ട സഹോദരനാണ് തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. നേരിട്ട് രക്തബന്ധമൊന്നും വേണ്ടല്ലോ ഒരു ഇരട്ട സഹോദരൻ. അപ്പോൾ സ്റ്റാലിനെ പോലെ ഒരാൾ. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ ജനങ്ങൾ പൊതുവെ അയ്യപ്പ വിശ്വാസികളേറെയുണ്ട്. അവരുടെ പരിപൂർണ്ണ സഹകരണവും കിട്ടും. അങ്ങനെ ദിണ്ടിഗലിൽ ഒരു കൊടുങ്കുറ്റവാളി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ ശബരിമല ഒരു വിഷയമായതുകൊണ്ട് അവർക്ക് ആ കുറ്റവാളിയിൽ എത്താനൊന്നും പ്രയാസമില്ല. എന്നാൽ അതിനു പകരം കേരള പോലീസ് സംഘം എന്താണ് ചെയ്തത്? രാവിലെ ചെന്നൈയിലേക്ക് ഓടിയ പോലീസ് സംഘം അവിടെ നിന്ന് ദിണ്ടിഗലിലേക്ക് വരുന്നു. സാധാരണ ഒരു പോക്കറ്റടിക്കാരനെ പിടിക്കാൻ പായുന്നത് പോലെ ഒരു ലോക്കൽ പോലീസൊക്കെ പോക്കറ്റടിക്കാരനെ പിടിക്കാൻ ഒരു 2 വീലർ എടുത്ത് പോവും. പുറകെ ലോക്കൽ പത്രക്കാരൊക്കെ അതിന് തൊട്ട് പുറകെ 2-3 ബൈക്കിലൊക്കെ പോയി. ഇന്ന് പറഞ്ഞതുപോലെ ഈ ചാനലുകളെയൊക്കെ കൂട്ടി ഡി മണിയുടെ അടുക്കലെത്തുന്നു. അയാൾ പറയുന്നത് കേട്ട് അയാളുടെ മുന്നിൽ വളരെ ചിരിച്ചു കളിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. കാരണം ചാനൽ ലൈവിൽ കാണിച്ചല്ലോ. ഇത് വളരെ നമുക്ക് ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് ഇത്ര വലിയ ഒരു സ്വർണ്ണക്കൊള്ള ഈ രീതിയിലാണോ അന്വേഷിക്കേണ്ടത്? ഈ രീതിയിൽ അബദ്ധജടിലമായ അന്വേഷണ രീതിയാണോ അവലംബിക്കേണ്ടത്? വാസ്തവത്തിൽ ഇത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറ കഥകൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തിരക്കഥ ഉണ്ടാക്കി മാറ്റി എഴുതാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? ഇതിലേറെ സംശയങ്ങൾ ശക്തമാണ്. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കേരള പോലീസിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോയതുകൊണ്ട്, ഇങ്ങനെ ഒരു സ്ഥിരീകരണം നടത്താതെ ആരെയോ ഒന്ന് ചോദ്യം ചെയ്ത് പ്രതിയാക്കാനുള്ള, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന ഒരു പരിപാടിയാണ് പോലീസിൻ്റെ എന്നുള്ളത് കൂടുതൽ ആവർത്തിച്ച് പറയുകയാണ് അവിടുത്തെ മാധ്യമങ്ങൾ. അപ്പോൾ മറ്റൊരു സംശയം കൂടി അവരും ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമ്പോൾ അത് വഴിതിരിച്ചു വിടാൻ വേണ്ടി ബോധപൂർവമായി നടത്തിയൊരു ശ്രമമാണോ ഈ പറയുന്ന വിദേശ വ്യവസായി നൽകിയ ഈ മൊഴി? അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? അക്കാര്യമൊന്നും അന്വേഷിക്കാതെ SIT എടുത്തു ചാടിയത്, CBI അന്വേഷണം വന്ന് തങ്ങളുടെ കൈവിട്ട് പോകുമോ എന്നുള്ള ഭയത്തിൻ്റെ ആ ഒരു മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഈ പറഞ്ഞ തിരക്കഥ ഇതിന് പിന്നിലുണ്ടോ? അതിലേക്ക് രമേശ് ചെന്നിത്തല അടക്കം വീണുപോയതാണോ എന്നുള്ള സംശയമൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അല്ല, അത്തരം തിരക്കഥകൾക്ക് വലിയ അടിസ്ഥാനമില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പരിഹസിക്കാൻ കൂടിയാവാം ഇത്തരമൊരു അന്വേഷണ രീതി ഇപ്പോൾ SIT അവലംബിച്ചത്. പക്ഷെ അത് ആത്യന്തികമായി ആരെയാണ് തകർക്കുന്നത്?
ഒരു വിവരം ലഭിച്ചാൽ ഒരു പ്രാഥമിക പരിശോധന നടത്തി അതിൽ വസ്തുതയുണ്ടോ എന്ന് തിരയേണ്ടത് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്വമല്ല. രമേശ് ചെന്നിത്തല തനിക്ക് ലഭിച്ച ഒരു സുപ്രധാന വിവരം SIT അറിയിച്ചു. അതിൽ വാസ്തവമുണ്ടോ, എത്രത്തോളം ഇത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട SIT. ഇതേ SIT ആ വിദേശ പ്രവാസി മലയാളി ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് കേരളത്തോട് സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്ന് കേരളത്തോട് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്കത് മാത്രമേ വിശ്വസിക്കുക ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ. അവിടെയാണ് ദിണ്ടിഗലിലെത്തിയ പോലീസ് സംഘത്തിന് ചുറ്റും അവിടെ ചില തമിഴർ ഒത്തുകൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടത്. ഇയാൾ ഡി മണി പഴയ തിയേറ്ററിലെ ഒരു പോപ്കോൺ കച്ചവടക്കാരനാണ്, ഇയാൾ റിയൽ എസ്റ്റേറ്റിലൂടെ പൈസ ഉണ്ടാക്കി, ഇടയ്ക്കെന്തോ ഫിനാൻസ് സ്ഥാപനമൊക്കെ തുടങ്ങി, ഇയാൾക്കിങ്ങനെ പുരാവസ്തു കച്ചവടമുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല, ഇനി മറ്റേതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വജ്ര വ്യാപാരമോ വിഗ്രഹ വ്യാപാരമോ ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇവിടെ അറിയപ്പെടുന്ന MS മണി മറ്റൊരാളാണ് എന്നൊക്കെ നാട്ടുകാർ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിശദീകരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇങ്ങനെ വികൃതമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം നാണക്കേടുണ്ടാക്കും. ഒരെത്തും പിടിയുമില്ലാതെ കണ്ട മണിമാരുടെ എല്ലാം പുറകെ നടക്കേണ്ട ഒരു ഗതികേടിലാണ് പോലീസിൻ്റെ അന്വേഷണ സംഘം എന്ന് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇതിന് നൽകുന്ന മറ്റ് ചില മാനങ്ങളുണ്ട്, ഇത്തരം അന്വേഷണത്തിൽ വരുന്ന ചില മാനങ്ങളുണ്ട്. അതുകൂടി നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ഒരു രാഷ്ട്രീയ ഉപരിമണ്ഡലമുണ്ട്, അതിന് കീഴിലാണ് എപ്പോഴും ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ നിയന്ത്രണവും സുരക്ഷയും ഒക്കെ നിൽക്കുന്നത്, ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ. അപ്പോൾ ആ ഭരണ സംവിധാനം എത്ര ദുർബലമാണ്. ഒരു ക്ഷേത്രം ഇത്ര വിപുലമായ തലത്തിൽ കൊള്ളയടിക്കപ്പെട്ടിട്ടും അതിൻ്റെ യഥാർത്ഥ പ്രതികളെക്കുറിച്ചോ ആ സ്വർണം എങ്ങോട്ടേക്ക് പോയി എന്നതിനെക്കുറിച്ചോ യാതൊരുവിധ പിടിയുമില്ല ഇതുവരെ അന്വേഷണ സംഘത്തിന്. ഇവിടെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എത്തി നിൽക്കുന്ന കാഴ്ച വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് അന്വേഷിക്കാൻ ഒട്ടനവധി പരിമിതികളുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ചരടുകളാൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ. എന്നാൽ മറുവശത്ത് CBI പോലൊരു അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണം ഏറ്റെടുത്താൽ അവർ ഒരു റിവേഴ്സ് മോഡൽ അന്വേഷണത്തിനാവും ശ്രമിക്കുക. നമ്മളിവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ രീതി കണ്ടു. ഏറ്റവും താഴെ തട്ടിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി, D സുധീഷ് കുമാർ, വാസു, പത്മകുമാർ, അവർക്ക് അങ്ങനെ പോകാൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് CBI അന്വേഷണം കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉന്നതനെയാണ് അവരെ ആദ്യം പൂട്ടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് പോകാൻ എളുപ്പമാണ്. ഉന്നതൻ വീണ ഈ താഴെയുള്ളവരൊക്കെ വരണ്ട് ഉള്ളതൊക്കെ വിളിച്ചു പോകും. കാരണം അവർക്ക് പോലും നിൽക്കക്കള്ളി ഇല്ലെങ്കിൽ സംരക്ഷിക്കാനുമില്ലല്ലോ, നമ്മുടെ കാര്യം അധോഗതിയാവുമല്ലോ എന്നുള്ളൊരു പേടി. അതേ ഒരു സ്ട്രാറ്റജി തന്നെയാവും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇനി CBI കൈക്കൊള്ളാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന ഹൈക്കോടതിയെ സംബന്ധിച്ച് കേസിന് CBIക്ക് കൊടുക്കുകയല്ലാതെ ഒരു പോംവഴിയും അവരുടെ മുന്നിലില്ല. അതുകൊണ്ട് അതൊരു അനിവാര്യതയായി തീർന്നിരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ അന്വേഷണ സംഘം ഒരു പ്രഹസനം കാട്ടിക്കൂട്ടുന്നു എന്ന രീതിയിലൊക്കെ തന്നെ ഇന്ന് വാർത്തകളും ചില പ്രതികരണങ്ങളും ഒക്കെ തന്നെ വന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിന്മേലുള്ള വിശ്വാസ്യത ഓരോ ദിവസം കഴിയുന്തോറും നഷ്ടപ്പെട്ടു വരികയാണ്. അന്വേഷണ സംഘത്തിന്മേലുള്ള വിശ്വാസ്യത നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ അത്ര എളുപ്പമല്ല. കാരണം ഈ അന്വേഷണ സംഘത്തിന് കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുക, അത് വ്യക്തതയുള്ള കാര്യമാണ്. അത് നമ്മൾ അന്ന് പത്മകുമാറിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. പത്മകുമാറിന് ശേഷം ഈ അന്വേഷണം ഒരു തലത്തിലും മുന്നോട്ട് പോയില്ല. നമ്മൾ ഇത്തരമൊരു അടിസ്ഥാന സംഭവം പറയുമ്പോൾ, അടിസ്ഥാന വസ്തുത പറയുമ്പോൾ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ കൂടി ഗൗരവത്തോടെ ഒന്ന് ശ്രദ്ധിക്കാം. ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി പറഞ്ഞത് പത്മകുമാറിനൊപ്പം അന്ന് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന 2 അംഗങ്ങളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അത് വളരെ ഗൗരവത്തോടെയുള്ള ചോദ്യമാണ്. 2, പത്മകുമാറിനൊപ്പം ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ഈ കേസിൽ ഉന്നതരായ ചില ആളുകളുടെ ഇടപെടലുകളുണ്ട് എന്ന് സംശയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയില്ല? ഒരിക്കലും കടകംപള്ളിയുടെ പേരെടുത്ത് പറഞ്ഞില്ല, തന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഉന്നതരായ ചില വ്യക്തികളുടെ ഇടപെടലുകളുണ്ട്, എന്തുകൊണ്ട് ആ തലത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് ഈ കേസിൽ ചില അട്ടിമറികൾ നടക്കുന്നു എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച ഒരു CBI അന്വേഷണം മാത്രമായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും വരും ദിവസങ്ങളിലെ അന്വേഷണം അത് CBIയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് ഇപ്പോൾ ജനിക്കുന്നത്. എന്തായിരുന്നാലും BJPയുടെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.